ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത, അമേരിക്ക 4 മാരകമായിട്ടുള്ള B-2 ബോംബർ വിമാനങ്ങൾ വിക്ഷേപിച്ചു എന്നുള്ളതാണ്. ഇറാനിയൻ ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികരും 8 ഇസ്രായേലികളും കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാനെതിരായിട്ടുള്ള US ഇസ്രായേൽ സംയുക്ത ആക്രമണങ്ങൾക്ക് ശേഷം ഇപ്പോൾ US തങ്ങളുടെ ശക്തമായിട്ടുള്ള ആയുധമായിട്ടുള്ള 4 B-2 ബോംബറുകൾ ഉപയോഗിച്ച് ഇറാനെ ആക്രമിച്ചു എന്ന വാർത്തകൾ പുറത്തുവരികയാണ്. ഈ ബോംബറിൽ നിന്ന് 2000 പൗണ്ട് ഭാരമുള്ള 1 ഡസനിലധികം പെനട്രേറ്റർ ബോംബുകൾ US ഇറാനിൽ വർഷിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ശക്തമായ ബങ്കറുകൾ, ആണവ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ആഴത്തിൽ ഭൂമിക്കടിയിൽ നിർമ്മിച്ച കോട്ടകൾ പോലുള്ള സ്ഥലങ്ങൾ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകതരം ബങ്കർ ബ്ലസ്റ്റർ ആയുധമാണ് പെനിട്രേറ്റർ ബോംബുകൾ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 200 അടി താഴ്ചയിൽ ഭൂമിക്കടിയിൽ പോലും തകർക്കാൻ B-2 ബോംബറിന് കഴിവുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ശനിയാഴ്ച മുതൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം അമേരിക്കയും ഇസ്രായേലും ഇന്ന് B-2 ബോംബറുകൾ ഉപയോഗിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാന്റെ ഭൂഗർഭ സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിനാണ് അമേരിക്ക ഈ ബോംബ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭൂമിക്കടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഈ B-2 ബോംബർ ഉപയോഗിച്ച് നശിപ്പിച്ചു. 200 അടി അല്ലെങ്കിൽ 600 മീറ്റർ ഭൂമിക്കടിയിലുള്ള എന്തും നശിപ്പിക്കാൻ കഴിയുന്നത്ര ശക്തമാണ് ഈ ബോംബ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയിൽ നിന്ന് പറന്നുയർന്ന B-2 ബോംബർ വിമാനം ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നു. ഈ ദൗത്യം നടപ്പിലാക്കാൻ അമേരിക്ക ഒരു ഭയാനകരമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. ആ പദ്ധതി പ്രകാരം B-2 സ്പിരിറ്റ് ബോംബറുകൾ അമേരിക്കയിൽ നിന്ന് പറന്നുയർന്ന് ഇറാനെ നേരിട്ട് ആക്രമിച്ചു. അമേരിക്കയിലെ മിസോറയിലുള്ള വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസ് ഇറാനിൽ നിന്ന് ഏകദേശം 10500 മുതൽ 17170 കിലോമീറ്റർ അകലെയാണ്. അതിനാൽ ഈ ജെറ്റ് ഇവിടെ നിന്ന് പറന്നുയർന്ന് നേരിട്ട് ഇറാനിൽ എത്തിയതായി റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. നേരത്തെ 2025 അമേരിക്ക ഇറാനെ ആക്രമിച്ചപ്പോൾ ഇതേ വിമാനങ്ങൾ ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളായിട്ടുള്ള ഇസ്ഫഹാൻ, ഫോർഡോ, നത്താൻസ് എന്നിവ ആക്രമിച്ചു. ഇപ്പോൾ അമേരിക്ക വീണ്ടും ഈ ബോംബർ വിമാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇറാനിയൻ ആക്രമണത്തിൽ 3 അമേരിക്കക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.